പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയ സംഭവത്തിൽ ഇന്ന് അന്വേഷണം തുടങ്ങും. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് അന്വേഷിക്കുക. വ്യവസായ മേഖലയിൽ നിന്ന് പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കി വിട്ടിട്ടുണ്ടോ എന്നറിയാൻ CCTV ക്യാമറകൾ പരിശോധിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യ കർഷകർക്കുള്ള നാശനഷ്ടം കണക്കാക്കാൻ ഫിഷറീസ് ഡയറക്ടറോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഇറിഗേഷൻ, വ്യവസായം, ആരോഗ്യം, വാട്ടർ അതോറിറ്റി, ഫിഷറീസ് വകുപ്പുകളെ ഉൾപ്പെടുത്തിയാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപവൽക്കരിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. എടയാർ വ്യവസായ മേഖലയിൽ നിന്ന് പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്താൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. പുഴയിലെ ജലത്തിൻ്റെയും ചത്ത മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ കുഫോസ് സെൻട്രൽ ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ഫലം ലഭിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പെരിയാറിലെ പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെയുള്ള ഭാഗത്തെ വെള്ളത്തിന് നിറമാറ്റം സംഭവിക്കുകയും രൂക്ഷഗന്ധമുണ്ടാവുകയും ചെയ്തു. പിന്നാലെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി മത്സ്യകൃഷി നടത്തിയ കർഷകരെയും ഇത് ബാധിച്ചു. ഒരു ദിവസം കൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നാണ് കർഷകർ പറയുന്നത്. കടമക്കുടി, ചേരാനല്ലൂർ ഭാഗങ്ങളിൽ മത്സ്യകൃഷി ചെയ്തവർക്കാണ് നഷ്ടമുണ്ടായത്. വ്യവസായശാലകളിൽ നിന്നും രാസമാലിന്യങ്ങൾ ഒഴുക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയർന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.